ഹലോ, വെൽക്കം ടു അവർ ചാനൽ. നമ്മളുടെ ട്രാവൽ സെഗ്മെൻറ്റിൽ നമ്മളിന്ന് കാണിക്കുന്നത് 2025 ഡിസംബറിൽ നമ്മൾ മുംബൈ സന്ദർശിച്ചിരുന്നു. അപ്പോൾ മുംബൈയിലുള്ള ചില ടൂറിസ്റ്റ് സ്പോട്ടുകളുടെയും മറ്റു കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ഇത് വെസ്റ്റേൺ സബർബിലുള്ള നോർത്ത് വെസ്റ്റേൺ റീജിയനിലുള്ള ബോറിവില്ലിൽ നിന്നും ഉദ്ദേശം 23 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ദ ഗോൾഡൻ വിപാസന പെഗോഡ മെഡിറ്റേഷൻ ഡോമാണ്. ഇവിടെ നമ്മൾ പോയത് എൻ്റെ ഫാമിലി ഫ്രണ്ടായ സജിത്തിൻ്റെ കൂടെയാണ്. സജിത്തും സജിത്തിൻ്റെ ഭാര്യ ഷീനയും ഞാനും സിന്ധുവും മോള് കൃഷ്ണയാണ് പോയത്. സജിത്തിൻ്റെ മകൻ ആകാംഷിന് ചില കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റില്ല. അതുപോലെ ഷീനയുടെ അമ്മക്കും വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ 5 പേരാണ് അവിടെ പോയത്. ഉദ്ദേശം ബോറിവില്ലിൽ നിന്ന് സജിത്തിൻ്റെ വീട്ടിൽ നിന്ന് 1.5 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. അതൊരു ഹിൽ സ്റ്റേഷനാണ് ഗൊരായിലുള്ള. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് വിപാസന സെൻറ്ററിൻ്റെ. ധാരാളം സന്ദർശകർ അവിടെ ഒഴുകിയെത്തുന്നുണ്ട്. നമ്മൾ പോയത് ഒരു വീക്ക് ഡേയ്സിലായതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇത് ഉദ്ദേശം 8000 ആൾക്കാർക്ക് ഒന്നിച്ചിരുന്ന് ധ്യാനം ചെയ്യാൻ, മെഡിറ്റേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ഡോം ഹാളാണ്. ഇത് മഹാരാഷ്ട്ര ടൂറിസത്തിൻ്റെ 7 വണ്ടേഴ്സ് ഓഫ് മഹാരാഷ്ട്രയിൽ ഇടം പിടിച്ച ഒരു സന്ദർശക കേന്ദ്രം കൂടിയാണ്. വളരെ സുരക്ഷാ പരിശോധനയൊക്കെ കൂടിയാണ് ഉള്ളിൽ കയറ്റുന്നത്. പക്ഷേ പ്രവേശനം തികച്ചും സൗജന്യമാണ്. ഈ പടി കയറി മുകളിലെത്തിക്കഴിഞ്ഞാൽ മുകളിൽ നിന്നുള്ള കാഴ്ചയും വളരെ നല്ല കാഴ്ചയാണ്. ദൂരെ 360 ഡിഗ്രി വ്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുംബൈ എന്ന നഗരത്തിൻ്റെ തിരക്കോ അല്ലെങ്കിൽ കെട്ടിട സമുച്ചയമോ ഒന്നുമില്ലാതെ ഒരു ഗ്രാമത്തിൽ പോയ പ്രതീതിയാണ്. ചുറ്റും പച്ചപ്പും മരങ്ങളുമായ ഒരു മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ധ്യാന കേന്ദ്രമാണിത്. മെഡിറ്റേഷൻ സെൻ്ററാണ്. ഇപ്പോൾ സിന്ധുവും സജിത്തും ഷീനയാണത്. അപ്പോൾ ഇത് അതിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നമ്മൾ നടന്നു കയറിയ പടവുകൾ, അതിൻ്റെ ദൂരെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതാണ് അതിൻ്റെ മുകളിലെ ഭാഗം. ഇത് സോളാർ പവറിലാണ് പ്രവർത്തിക്കുന്നത്. ധാരാളം സോളാർ പാനൽ ഇവിടെ ഫിക്സ് ചെയ്തിട്ട് കാണാം. ഇതിലാണ് മെഡിറ്റേഷന് വേണ്ടി പോകേണ്ടത്. അപ്പോൾ വരുന്ന സന്ദർശകർ ഓരോ ബാച്ചായിട്ട് 10 മിനിറ്റ് നേരമുള്ള ഒരു ട്രയൽ മെഡിറ്റേഷൻ പ്രോഗ്രാം അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. അതും സൗജന്യമാണ്. അപ്പോൾ നമ്മൾ ആ മെഡിറ്റേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നല്ലൊരു അനുഭൂതി തന്നെയായിരുന്നു. ധാരാളം വിദേശികളും സ്വദേശികളുമായുള്ള സന്ദർശകർ അവിടെ ഒഴുകിയെത്താറുണ്ട്. പ്രത്യേകിച്ച് താഴെ അതിൻ്റെ മലമുകളിന് താഴെ വലിയ വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യമുണ്ട്, വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ. ഇന്ന് തിരക്ക് തീരെ കുറവ് എന്ന് പറഞ്ഞാൽ ഞാൻ പോയത് ഒരു വർക്കിംഗ് ഡേ ആണ്. ശനിയാഴ്ച ഞായറാഴ്ചയോ ഒഴിവ് ദിവസങ്ങളില്ല. ഇതുപോലെയുള്ള ആർക്കിടെക്ചറൽ വണ്ടറാണത്. കല്ലുകൾ സ്റ്റോൺ ജോയിൻ ചെയ്തിട്ടാണ് അതിൻ്റെ ഡോം ഷേപ്പിലുള്ള വലിയ കൂടാരം പഗോഡ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ ഒരു മസ്റ്റ് വാച്ച് പ്ലേസാണിത്. നിങ്ങളുടെ സന്ദർശന ലിസ്റ്റിൽ ഇത് തീർച്ചയായും ഇടം പിടിക്കേണ്ടതുണ്ട്. തീർച്ചയായും വന്ന് കാണുക. വിവരിക്കുന്നത് പോലെയല്ല, കാണാൻ ഏറെയുണ്ട് അവിടെ. പിന്നെ അധികം ദൂരവുമില്ല. ഇതതിൻ്റെ കൊത്തുപണികളാണ്.
ശരിക്കും പറഞ്ഞാൽ ഇത് ബർമീസ് മ്യാൻമാർ പാറ്റേണിലുള്ള ബുദ്ധവിഹാരങ്ങളുടെ പഗോഡ ടൈപ്പാണ് പണിതിട്ടുള്ളത്. അതിൽ അതേ ശില്പജാതിര്യങ്ങളും അവിടെ കാണാനുണ്ട്. ഒരു ഫുൾ ഡേ തീർച്ചയായും ചെലവഴിക്കാനുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ തീർച്ചയായും മറക്കാതെ പോവുക. പുതിയ ബോംബെയെക്കുറിച്ചുള്ള മറ്റുള്ള വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. കീപ് വാച്ചിങ്. ബൈ.